ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചോറിൻ്റെ റെസിപ്പി ആയിട്ടോ. സംഭവം സിമ്പിളാണ്, അതേപോലെ ടേസ്റ്റും ആട്ടോ. വീഡിയോ ഫുള്ളായിട്ട് കാണണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും വിട്ടുപോലെ നിങ്ങളെ സപ്പോർട്ടാണ് മെയിനായിട്ട് വേണ്ടത്. ഇതില്ലേ നമുക്ക് നമ്മളെ കുട്ടികളെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാട്ടോ. ഉണ്ടാക്കാൻ അത്ര വലിയ പണിയൊന്നുമില്ല, കൂടിപ്പോലെ ഒരു 20 മിനിറ്റ് കേട്ടോ വേണ്ടു. എനിക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടി വന്നിട്ടുണ്ടായത് ടൈം 15 മിനിറ്റ് കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കൽ എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എല്ലില്ലാത്ത ചിക്കൻ കേട്ടോ. ഇനി നിങ്ങളടുത്ത് ചിക്കൻ ഇല്ലെങ്കിൽ ഇത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നിങ്ങളടുത്തില്ല പച്ചക്കറി വെച്ചിട്ടൊക്കെ ഇത് ഉണ്ടാക്കാം. ഇനി ഇതാ ഈ ചിക്കൻ ചെറുതായി കട്ട് ചെയ്തതാട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മന്തി മസാല കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ട്. നിങ്ങളടുത്ത് മന്തി മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെക്കാന്ന് വെച്ചാൽ ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു ടൈമിന് ഞാനിതാ ഒരു പാത്രം എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് ഏത് ഓയിലാണ് ഉള്ളത് അത് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അതിനകത്തൊന്ന് ചൂടായി വന്നാൽ ചിക്കൻ ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു ടൈം തന്നെയല്ലേ ഞാൻ ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള ചോറും കൂടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബസ്മതി റൈസിനെ കൊണ്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ചോറാട്ടോ, അരിയാട്ടോ എടുത്തിട്ടുള്ളത്, ചോറല്ല 2 കപ്പ് അരിയാട്ടോ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അത് ഞാൻ ഇവിടെ കാണിക്കാൻ വിട്ടുപോയതാണ്. ഞാൻ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈം തന്നെ ചോറ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളെ ചിക്കനൊക്കെ മാറ്റി അതേ ഓയിലിലേക്ക് തന്നെ 4 അല്ലി വെളുത്തുള്ളിയില്ലേ അത് ചെറുതായി അരിഞ്ഞ് അതും കൂടി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പച്ചമണം മാറിയാൽ ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടി ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സംഭവം ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ഇല്ലാണ്ടും ഇത് ഉണ്ടാക്കിയെടുക്കട്ടോ. നിങ്ങളുടെ അടുത്തുള്ള വെജിറ്റബിൾസ് ഒക്കെ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1.5 തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് വേഗം വാടി കിട്ടാൻ വേണ്ടി ഞാൻ മൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ തക്കാളിയും കൂടി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ ഞാനൊരു ക്യാപ്സിക്കവും 3 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് വേറെ പൊടികളായിട്ട് കുരുമുളക് പൊടി കേട്ടോ മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനിവിടെ മന്തി മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങളടുത്ത് മന്തി മസാല ഇല്ലെങ്കിൽ കപ്സ മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുരുമുളകും പിന്നെ നിങ്ങളടുത്ത് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ. അങ്ങനെ ഇതാ ഇതും കൂടി ഇട്ടുകൊടുത്ത് നമ്മളെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ കുരുമുളകും മന്തി മസാല കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഇട്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറിയാൽ ഞാൻ നേരത്തെ വേവിക്കാൻ വെച്ചെന്ന് പറഞ്ഞിട്ടില്ലേ ആ ചോറ്, നമ്മൾ ചോറില്ലേ സാധാ ചോറ് വേവിച്ചെടുക്കൂലേ അതേപോലെ കേട്ടോ ഞാൻ ഈ അരിയും കൂടി വേവിച്ചെടുത്തിട്ടുള്ളത്. അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി അതാട്ടോ ഇട്ട് കൊടുത്തിട്ടില്ലേ. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ചോറ് കൂടുതൽ വേവിക്കാണ്ട് നോക്കണം കേട്ടോ. നമുക്ക് ഇങ്ങനെയും കൂടി ഒന്ന് വേവിച്ചെടുക്കാനുള്ളത് കൊണ്ടാട്ടോ. ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. സംഭവം ഇതാ വന്നിട്ടുണ്ട്. ഉണ്ടാക്കാൻ സിമ്പിളല്ലേ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. സംഭവമില്ല, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ ബൈ.